പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങളെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് മേധാവിയും നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുമായ തുളസി ഗബാർഡ്. പാകിസ്ഥാൻ ഇന്ത്യക്ക് മാത്രമല്ല മുഴുവൻ ലോകത്തിനും ഭീഷണിയാണ്. മാത്രമല്ല ഇസ്ലാമിക ഭീകരവാദത്തെ വേരോടെ തന്നെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ പിഴുതെറിയണം. മാത്രമല്ല ഇസ്ലാമിക ഭീകരതയിൽ കടുത്ത ആശങ്ക കൂടെയാണ് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ എടുക്കുന്ന ഓരോ നിലപാടും അവർ സ്വയം മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ്. ഇന്ത്യയെ കുറ്റം പറയുവാനും സ്വന്തം നാട്ടിൽ നടക്കുന്ന തീവ്രവാദത്തെ പോലും ഇന്ത്യയുടെ തലയിൽ പഴിചാരി രക്ഷപ്പെടാനുള്ള അടവാണ് അവർ പയറ്റുന്നത്. എന്നാൽ ഇന്ത്യക്ക് മുന്നിൽ ഒരടവും നടക്കില്ല എന്നതാണ് മറ്റൊരു വസ്തുത. പാകിസ്ഥാന്റെ ഓരോ പ്രവൃത്തിക്കും തക്കതായ മറുപടി തന്നെയാണ് ഇന്ത്യ നൽകുന്നത്. തീവ്രവാദത്തെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്ന ബലൂചിസ്ഥാൻ അപകടം പോലും അവർ സ്വയം സൃഷ്ടിച്ചതാണ്, അവർ വരുത്തിവെച്ച വിന തന്നെയാണ്. അതേസമയം ന്യൂഡൽഹിയിൽ ഈ മാസം 17 മുതൽ 19 വരെ നടക്കുന്ന റെയ്സീന ഡയലോഗിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവെയായിരുന്നു തുളസി പാകിസ്ഥാനെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അതുപോലെ റെയ്സീന ഡയലോഗിലെ തൻ്റെ പ്രസംഗത്തിൽ അവർ പാകിസ്ഥാനെ കുറിച്ച് പരാമർശിക്കുകയും തീവ്രവാദം പ്രചരിപ്പിക്കുന്നതിന് അതേ കുറ്റപ്പെടുത്തുകയും ചെയ്തു. പാകിസ്ഥാനിൽ സ്പോൺസർ ചെയ്യുന്ന ഇസ്ലാമിക ഭീകരതയിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച തുളസി ഈ ഇസ്ലാമിക ഭീകരത ഇന്ത്യക്ക് മാത്രമല്ല അമേരിക്കയ്ക്കും ബംഗ്ലാദേശിനും മിഡിൽ ഈസ്റ്റിലെ നിരവധി രാജ്യങ്ങൾക്കും ഗുരുതരമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നും വ്യക്തമാക്കി. ഇസ്ലാമിക ഭീകരത ഒരു പ്രാദേശിക വെല്ലുവിളിയല്ല, മറിച്ച് പാകിസ്ഥാന്റെ അതിർത്തികൾക്കപ്പുറത്തുള്ള നിരവധി രാജ്യങ്ങളെ ബാധിക്കുന്ന ഒരു ആഗോള പ്രശ്നമാണ് എന്നും അവർ വ്യക്തമാക്കുകയാണ്. ഇന്ത്യയിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരാക്രമണങ്ങളെ മതമൗലികവാദികളുടെ ഭീകരതയായി അവർ വിശേഷിപ്പിക്കുകയും അതിനെ വേരോടെ പിഴുതെറിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പോഡ്കാസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ വിഷയത്തിൽ തന്റെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പാകിസ്ഥാൻ ഭീകരത കയറ്റുമതി ചെയ്യുകയാണ് എന്നും മാത്രമല്ല ഇത് ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ബാധിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരു ഭീഷണി അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നും പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവനയെ ശരിവെച്ചുകൊണ്ട് തുളസി വ്യക്തമാക്കുകയാണ്. അതേസമയം ഭീകരതയ്ക്കെതിരെ യോജിച്ച പോരാട്ടം സാധ്യമാകുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇന്ത്യയും അമേരിക്കയും പോലുള്ള രാജ്യങ്ങൾ ഈ പ്രശ്നത്തിന്റെ മൂലകാരണം തിരിച്ചറിയുകയും ഒരുമിച്ച് ഈ ഭീഷണിയെ നേരിടുവാനും തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂഡൽഹിയിൽ നടക്കുന്ന റെയ്സീന ഡയലോഗിൽ ഏകദേശം 120 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നു പങ്കെടുത്തിരുന്നതും. വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ചുകൊണ്ട് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് റെയ്സീന ഡയലോഗ് എന്ന് പറയുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.